പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിൽ ഇട്ടു പാലുക്കൽ കോറപ്പെസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രൂശിൽ എന്തിനും തോറ്റു കൊടുക്കുന്നവനായ യേശു. ആ വിഷയത്തെ ആസ്വദിക്കാം. ക്രൂശിക്കപ്പെട്ട യേശു തോറ്റു കൊടുക്കുകയാണ്. അവൻ ജീവിച്ചിരിക്കുമ്പോഴേ അവൻ പലതിനും തോറ്റു കൊടുത്തിട്ടുണ്ട്. നീ തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയപ്പോഴും അവനൊന്നും മിണ്ടാനില്ല. നീ യൗസേപ്പിൻ്റെയും മറിയയുടെയും മകനല്ലേ, അവനൊന്നും മിണ്ടാനില്ല. പക്ഷേ തൻ്റെ മനുഷ്യാവതാരം പിതാവിൽ നിന്നാണ് എന്നവന് വേണ്ടി പറയാം, ഞാൻ ദൈവമാണെന്നും പറയാം. പക്ഷെ അവൻ അവിടെ ഒന്നും മിണ്ടാനില്ല. ഒക്കെ തോറ്റു കൊടുക്കണം. അവൻ പറഞ്ഞൊക്കെ സമ്മതിക്കണം. നീ ശാപത്തെ ലംഘിച്ച് സൗഖ്യം കൊടുത്തവരല്ലേ, രോഗസൗഖ്യം കൊടുത്തവരല്ലേ, അവിടെയും അവനൊന്നും മിണ്ടല്ല. ഈ രോഗികൾക്ക് സൗഖ്യം കൊടുത്തത് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ രോഗികളില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. സ്വർഗത്തിൽ രോഗികളില്ല എന്ന് സൂചിപ്പിക്കുന്നു. പലരും അവനിൽ കുറ്റം ചുമത്താൻ നോക്കിയില്ലേ. അവൻ ചോദിച്ചു, നിങ്ങളിൽ ആരും എന്നെ കുറ്റം പറയും, പറ, എന്തു പറ, ഞാൻ എന്തായാലും തെറ്റ് ചെയ്തെന്ന് പറ. അവസാനം പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? അവൻ സമ്മതിച്ചു. പക്ഷേ ഭൗമിക രാജാവല്ല ഞാൻ, എൻ്റെ രാജ്യം ഐഹികമല്ല, ഞാൻ സ്വർഗീയ രാജാവാണ്. അത് വെളിവാക്കിയില്ല. ആ അർത്ഥത്തിൽ അതേന്ന് പറഞ്ഞത്. ഭൂമിയിലെ രാജാവാകാൻ എനിക്ക് വിഷമമൊന്നുമില്ല. ഭൂമിയിലെ രാജാവായിട്ട് തന്നെയാണ് ഓശാന ദിവസം യെരൂശലേം ദേവാലയത്തിൽ കയറിപ്പോയത്. അതും അവിടെയൊക്കെ അവൻ വളരെ മറുപടി പറയാതെ എല്ലാം തോറ്റു കൊടുക്കുന്ന അവസ്ഥയിൽ നിൽക്കുക. നീ ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തിന് തുല്യമാക്കിയില്ലേ? ജനം ചോദിച്ചപ്പോഴവരൊന്നും മിണ്ടിയില്ല. കാരണം അവൻ പറഞ്ഞ സത്യമാണ്. പക്ഷേ യഹൂദന്മാർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ദൈവത്തെ അല്ല, ഒരു മിശിഹായല്ല ഇവിടെ കണ്ടത്. റോമാ പട്ടാളത്തെ ഗവൺമെൻറ്റിന് തോറ്റോടിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ച് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ ആക്രോശിക്കുകയും പിന്നെ ഇവനെ തന്നെ ദൈവമാക്കുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുകയും ചെയ്തത്. പാപം മോചിക്കാൻ നീ ആരാ? തളർവാതിരയോട് നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞില്ല. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ പാപം മോചിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് അവൻ പറഞ്ഞില്ല. പക്ഷേ നീ എടുത്ത് കിടക്കെടുത്തോട്ട് പോടാന്ന് പറഞ്ഞു. അവിടെ ഒരു അല്പം തോറ്റു കൊടുക്കലുണ്ടായി. അവരെ ധൈര്യമായിട്ട് പറയാം, ഞാൻ ദൈവമാണ്, എനിക്ക് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന്. പക്ഷെ അവിടെ അപ്പം പറഞ്ഞാൽ ശരിയാവില്ല. അവിടെ തോറ്റു കൊടുക്കാണ്. അവസാനം ക്രൂശിക്കാൻ കൊണ്ടുപോകണം. അതിനു മുമ്പ് ചാട്ടവാറോടി എത്ര നടന്നു, ഒന്നിനും മറുപടിയില്ല. അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാം, ഒരു രക്ഷപ്പെടില്ല. കുരിശ് കൊണ്ട് പോകുന്ന വഴി അടിക്കലാണ്. അവനവനെ രക്ഷപ്പെടാം. പക്ഷെ അവനൊന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. വീണും വെച്ചും ഒക്കെയാണ് ആ കുരിശും ചുമന്നുകൊണ്ട് ഗോൽത്താമൻ ഇവിടെ മുകളിലെത്തിയത്. മുൾക്കിരീടം ധരിപ്പിച്ച് അവനെ കളിയാക്കി, നീ രാജാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ പരിഹസിച്ചു. വഴി കൊണ്ടടിച്ചു, രക്തം പുറത്തേക്ക് വന്നു, മുഖത്ത് കൂടെ ഒഴുകി, കാക്കിച്ച് തുപ്പിയ മുഖത്ത് രോഗങ്ങൾ വിഴുതെടുത്തു. എവിടെയൊക്കെ അവൻ തോറ്റു കൊടുക്കുകയാണ്. ശരീരത്തിൽ ആണികൾ അടിച്ചു കയറ്റി. ശരീരത്തിൽ എന്ന് പറയുമ്പോൾ ഈ കൈപ്പത്തിയിലെ റെസ്റ്റിൻ്റെ അവിടെയാണ് ആണി അടിച്ചതെന്നുള്ളത്. കൈപ്പത്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കുറേ കഴിയുമ്പോൾ തൂങ്ങിപ്പോയാൽ അണയിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന്. റെസ്റ്റിൽ അടിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റെസ്റ്റ്, നമ്മൾ റെസ്റ്റ് വാച്ച് കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. തൂക്കി അത് വീർന്നു പോകില്ല. കാരണമല്ല,
ശ്വാസം കിട്ടാതെ വരുമ്പോഴേ എന്തൊക്കെ കാണിക്കണമെന്ന് അറിയാൻ പാടില്ല. മരിക്കാതെ വരുമ്പോഴാണ് ഈ കാലുകൾ തല്ലി ഓടിക്കുന്നത്. അത് കാലുകൾ തല്ലി ഓടിച്ചാൽ കാല് ഊന്നിക്കൊണ്ട് ശ്വാസം പിടിച്ച് ശ്വാസം വലിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് മരിച്ചോളും. അതിനാണ് ഈ കാലുകൾ തല്ലി ഓടിച്ചത്. കർത്താവ് അത് വേണ്ടി വന്നില്ല, അത് പറയാനും. ഞാൻ പറയുന്നത് ആണിയടിച്ച് കയറ്റിയപ്പോഴും മുൾക്കിരീടം ധരിച്ചപ്പോഴും കർത്താവൊക്കെ തോറ്റു കൊടുക്കുക. അവൻ്റെ ആ കുരിശ് അങ്ങോട്ട് ആണിയടിച്ച് കയറ്റിയിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടുകയായിരുന്നു. ആ കുരിശ് വയ്ക്കാനുള്ള കുഴിയിൽ കൊണ്ടുവന്ന് ഇട്ടുക. അപ്പോൾ ശരീരം വലിഞ്ഞ് മുറുകയാണ്, വേദന സഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോഴും അവൻ തോറ്റു കൊടുക്കുകയാണ്. തോറ്റു കൊടുക്കുന്ന, പരിപൂർണ നഗ്നനായി, നിസ്സഹായനായി, നിരാലംബനായി, ആരും ആശ്രയമില്ലാത്തവനായി തൂങ്ങിക്കിടക്കുന്ന, പരിപൂർണമായി തോറ്റു കൊടുക്കുന്ന യേശുവിനെയാണ് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എല്ലാത്തിനും തോറ്റു കൊടുക്കുന്നത്. 6 മണി മുതൽ 9 മണി വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായപ്പോൾ ആ 3 മണിക്കൂർ നേരം സാത്താനോടുള്ള നല്ല പോരാട്ടമാണ് അവൻ നടത്തിയത്, അല്ലെങ്കിൽ യുദ്ധമാണ് നടത്തിയത്. അവനെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ, നീ മരിക്കരുത്, നീ മരിച്ചാൽ ഞാൻ നോക്കും, സാത്താൻ നോക്കും. നീ മരിച്ചാൽ ആദാമ്യ പാപത്തിൽ നിന്ന് ജനം രക്ഷപ്പെടും. തന്നെയല്ല, എല്ലാ മുൻപാപത്തിൽ നിന്ന് ഇനി ജനിക്കാനുള്ള ആളുകളുടെ പാപങ്ങളിൽ നിന്നൊക്കെ അവർ രക്ഷപ്രാപിക്കും. സാത്താൻ്റെ മണ്ഡലം തന്നെ, ഈ ലോകം മുഴുവൻ അവൻ്റെ ആധിപത്യത്തിലായിപ്പോയി എന്ന് കർത്താവിന് പറയുന്നുണ്ട്. അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് ഈ പാടൊക്കെ പെടുന്നത്. അപ്പോൾ സാത്താൻ്റെ ആയിട്ടുള്ള യുദ്ധത്തിൽ 3 മണിക്കൂർ നേരം, അതാണ് ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. എന്താ അവിടെ സംഭവിച്ചതെന്ന് ആർക്കറിയില്ല. 9 മണി നേരം വന്നപ്പോൾ സൂര്യൻ പ്രകാശിച്ചു, ഒരു രക്തക്കടലായി അവൻ മാറി. സാത്താൻ തോറ്റു, അവൻ ജയിച്ചു. അവൻ അട്ടഹസിച്ചു. കർത്താവ്, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അട്ടഹാസമാണ്, വിജയത്തിൻ്റെ അട്ടഹാസം. ആദ്യമൊക്കെ തോറ്റു കൊടുത്തവൻ വിജയത്തിൻ്റെ അട്ടഹാസത്തിലേക്ക് വരികയാണ്. അങ്ങനെ പരിപൂർണമായി സാത്താന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തോറ്റു കൊടുക്കുന്ന ഒരു അനുഭവമാണ് അവിടെ കണ്ടത്. ആ തോറ്റു കൊടുക്കുന്ന യേശുവിനെയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. അവൻ മരിക്കുന്നതിന് മുമ്പ് വലതുവശത്തെ കളർ ഇതൊക്കെ കേട്ട വലിയ അത്ഭുതമായി പോയവരും ഒന്നും മിണ്ടാതെ എല്ലാത്തിനും തോറ്റു കൊടുക്കുന്ന യേശുവിനെ കണ്ടിട്ട് മനസ്സിലായി ഇവനും ദൈവമാണ്, അല്ലാതെ ഇങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല. അവൻ പരിപൂർണമായ മാനസാന്തരത്തിൽ വന്നു. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഞാൻ ഒരുപാട് കുറ്റം ചെയ്തിട്ടുള്ളവരാണ്. എൻ്റെ ശരിയായ ഒരു കുംഭസാരം അവൻ നടത്താൻ അവിടെ. നീയാണ് എൻ്റെ രാജാവ്, നീയാണ് എൻ്റെ പ്രഭു, നീയാണ് എൻ്റെ മണവാളൻ, നീയാണ് എൻ്റെ സർവസ്വവും, നീയാണ് എൻ്റെ ചക്രവർത്തി, നീയാണ് എൻ്റെ രക്ഷകൻ, നീ മാത്രം മതി എനിക്ക്. നീ തോറ്റു കൊടുക്കുന്നവനാണ്, എനിക്ക് നീ തോറ്റു കൊടുക്കുന്നവന് മതി. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ആ തോറ്റു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശവും സാങ്കത്യവും വലതുവശത്ത് കളന് മനസ്സിലായി, ഇടതുവശത്തെ കളനെന്ന് മനസ്സിലായില്ല. നീ ദൈവമല്ലേ, ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് അവന്. ഇടതുവശത്തിൻ്റെ ആളിൻ്റെ മുമ്പിൽ കർത്താവ് തോറ്റു കൊടുത്തു. പക്ഷെ ഇവിടെ കർത്താവിനെ വലതുവശത്തെ കളൻ തോൽപ്പിക്കുക ചെയ്ത്. അവിടെ നീ ദൈവമാണെന്ന് പറഞ്ഞതോടുകൂടി കർത്താവിന് പിന്നെ ഒന്നും മിണ്ടാമാരി ഉണ്ടായിപ്പോയി. അതാണ് തോറ്റു കൊടുക്കുന്നവനായ യേശു ക്രൂശിൽ നമ്മൾ കാണുന്നത്. നാം കർത്താവിന് ക്രൂശ് ചുമക്കണ്ട, നീ നിന്റെ കുരിശിടത്ത് എൻ്റെ പിന്നാലെ വാ. അതാ കർത്താവ് നമ്മളോട് പറഞ്ഞു. എൻ്റെ കുരിശ് നീ ചുമക്കണ്ട, നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാ. നമുക്കൊന്നും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ കുരിശാണ് വലുതെന്ന്. സത്യം അതല്ല, നമ്മുടെ കുരിശാണ് ചെറുത്. ഇതിനേക്കാൾ വലിയ കുരിശെടുത്തുകൊണ്ടാണ് പലരും യാത്ര ചെയ്യുന്നത്. അപ്പോൾ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും വരുമ്പോഴും നിരാശപ്പെടാതെ, വിശ്വാസം പടിയാതെ കർത്താവിന് പിന്നാലെ പോകണം. അതാണ് പറഞ്ഞത്, നിന്റെ കുരിശെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരണം. നീ ഫ്രീ ആയിട്ട് വരാൻ കർത്താവ് പറഞ്ഞില്ല. നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, എൻ്റെ പിന്നാലെ വരാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക. നിനക്ക് പറ്റാത്ത ജോലി ഞാൻ നിനക്ക് തരില്ല. നീ ചിലപ്പോൾ മരിച്ചു പോയിന്ന് വരും.
രോഗം വന്ന് മരിച്ചു വീഴുന്നവർ. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുക. ഇഗ്നാത്യോസ് നൂറോനോ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന് 7 ലേഖനങ്ങൾ, 7 സഭകളൊക്കെ 7 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ പത്രോസിൻ്റെ 3ാമത്തെ പിൻഗാമി. പത്രോസ്ലിയെ പട്ടം കൊടുത്ത ആളാണ് വിശുദ്ധ ഇഗ്നാത്യോസ് നൂറോനോ. 3ാമത്തെ പാത്രിയാർക്കീസാണ്. അദ്ദേഹം പറയുന്നത്, കർത്താവ് ജീവനുള്ളവരും മരിച്ചവരുമാകുന്നു. ചിലർ കർത്താവ് മരിച്ചു എന്ന്, ദൈവം മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല കേട്ടോ. ചില പ്രബല സഭകൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പേര് പറയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമെന്ന് പറയാത്ത ക്രിസ്ത്യാനികളുണ്ട്. അവർ പറയണത് ദൈവത്തിന് മരിക്കാൻ പറ്റില്ല എന്നാണ്. ദൈവം മരിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ദൈവം മരിക്കുക തന്നെ വേണം. എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന വെച്ചാൽ ആത്മാവ് ശരീരവും വേർപെടുന്നല്ല വരണം. 3-ാം ദിവസം അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഒന്നാലോചിച്ച് നോക്കിയേ, കർത്താവ് മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പ് അവൻ ആത്മാവ് മാത്രമാണ്, അവന് ശരീരമില്ല. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെടാൻ അവനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ശരീരത്തിൽ അവൻ വേദന അനുഭവിച്ചു. ആ വേദന ആത്മാവിന് കിട്ടി. കാരണം ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുകയാണ്. അവൻ ശരീരത്തിൽ അനുഭവിച്ച വേദന ആത്മാവിലും അനുഭവിച്ചു. അതാണ് സത്യം. അപ്പോൾ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വേദന അനുഭവിച്ചാണ് കർത്താവ് ക്രൂശിൽ തൂക്കിയത്. അതാണ് പരിശുദ്ധൻ പറഞ്ഞത്, കർത്താവ് ജീവനുള്ളവരും മരിച്ചവരുമാകുന്നു. അവൻ ദൈവത്തിൽ നിന്നുള്ളവനും കന്യാമറിയാമിൽ നിന്നുള്ളവനുമാകുന്നു. അവൻ ദൈവത്തിൽ നിന്നുള്ളവനും കന്യാമറിയാമിൽ നിന്നുള്ളവനാകുന്നു. അത് പലരും പറയുന്നില്ല. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അത് തെറ്റിച്ചാൽ പറയുന്നുണ്ടോ. വിശുദ്ധ റൂഹായാലല്ല, പരിശുദ്ധ റൂഹായെന്നും ദൈവമാതാവായ കന്യാമറിയാമിൽ നിന്നും. പരിശുദ്ധ റൂഹായിൽ നിന്നും തന്നെ പറയണം. റൂഹായ്ക്ക് അതിനകത്ത് പങ്കുണ്ട്. ഇവൻ്റെ ജനനത്തിൽ വെറുതെ ആവാസം മാത്രമല്ല, വിശുദ്ധ തൃത്വത്തിൻ്റെ പങ്ക് അതിനകത്തുണ്ട്. അതാണ് പരിശുദ്ധം പറഞ്ഞത്, അവൻ ദൈവത്തിൽ നിന്നുള്ളവരും കന്യാമറിയാമിൽ നിന്നുള്ളവരുമാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവരാണ്, പിതാവിൻ്റെ മാത്രമല്ല പരിശുദ്ധ റൂഹായിൽ നിന്നുള്ളവരാണ് അവൻ. പിതാവിൻ്റെ വചനം മറിയാമിൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ചു, ഒരു ഭ്രൂണമുണ്ടായി. ആ സമയം മറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന്, ആ ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യത്വം, അതായത് അവളുടെ ശരീരവും രക്തവും ആ വചനമാകുന്ന ദൈവത്തോട് ചേർന്നു. പരിശുദ്ധ റൂഹായാലാണത് സംഭവിക്കുന്നത്. പരിശുദ്ധ റൂഹായാണ് അവൻ്റെ ശരീരം മെനയുന്നത്. ആ ദൈവത്വവും മനുഷ്യത്വവും ഒട്ടിച്ചേർക്കുന്നത് പരിശുദ്ധ റൂഹായാണ്. അതുകൊണ്ട് ആവാസം മാത്രമല്ല, പരിശുദ്ധ റൂഹായുടെയും പിതാവിൻ്റെയും ആ ത്രിത്വത്തിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് മനുഷ്യാവതാരം നടക്കുന്നത്. പുത്രൻ അതിനെ സമ്മതിച്ചു കൊടുക്കുന്നു. പിതാവിൻ്റെ ഇംഗിതത്തിന് പുത്രൻ സമ്മതിച്ചു കൊടുക്കുന്നു. പരിശുദ്ധ റൂഹ അതിന് അനുവാദം കൊടുക്കുന്നു. അവൻ ആവസിക്കുക മാത്രമല്ല, അവൻ്റെ ഗർഭത്തിൽ പരിശുദ്ധ റൂഹ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആദ്യം അത്തിയിലെ കൂട്ടിത്തതിൻ്റെ പാപം ഒക്കെ നോക്കിയില്ലേ. മനുഷ്യൻ്റെ മുമ്പാകെ പറ്റുള്ളൂ, ജൈവത്തിൻ്റെ മുമ്പാകെ അത്തിയിലെ കൂട്ടിത്തതിൻ്റെ പാപം മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുഞ്ഞാടിനെ കൊന്ന് രക്തം വീണു. രക്തം മൂലമല്ലാതെ മോചനമില്ല. അവൻ ചൊരിച്ച രക്തം പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, ക്രൂശി ചൊരിച്ചത്. പഴയ ഉടമ്പടി പൂർത്തീകരിച്ച് ക്രൂശി തൂകി പുതിയ ഉടമ്പടിയാകുന്ന രക്തരഹിതമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതൊക്കെ വിശദമായിട്ട് പറയാറുണ്ട്. പാപത്തിൻ്റെ പൂർണ്ണമോചനം, പുത്രത്വവും മനുഷ്യത്വവും മണവാട്ടി സ്ഥാനവും, പുത്രത്വവും മനവാട്ടി സ്ഥാനവും, മനുഷ്യത്വമല്ല, പുത്രത്വവും മണവാട്ടി സ്ഥാനവും തിരിച്ചു കിട്ടി. പഴയ നിയമവസയും മണവാട്ടി സഭയാണ്. ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. പക്ഷെ തെറ്റ് ചെയ്തപ്പോൾ ആ സ്ഥാനം നഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടിയാണ് ആ മണവാട്ടി സ്ഥാനവും പുത്രത്വവും നമുക്ക് തിരിച്ചു കിട്ടിയത്. തൂറ്റിക്കിടക്കുന്ന ഒരു യേശു, അവനാണ് ദൈവം. തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ. അവൻ്റെ മനുഷ്യാവതാരം പുത്രൻ്റെ സമ്മതത്തോടും പിതാവിൻ്റെ കൽപ്പനയോടും പരിശുദ്ധ റൂഹായുടെ
സഹകരണത്തോടു കൂടിയാണ് ഉണ്ടായത്. ഹവാസ് മാത്രമല്ല, ഗർഭത്തിൽ പരിശുദ്ധ റൂഹായി പ്രവർത്തിച്ചു. അവൻ്റെ ശരീരത്തിൻ്റെ മെനയലും അവിടെ ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കുന്നതിലും പരിശുദ്ധ റൂഹായുടെ പങ്കുണ്ട്. അതുകൊണ്ട് അവന് യേശു എന്ന് പേരിട്ടതെന്ന് പറഞ്ഞു. യേശു എന്ന് പേരിട്ടാൽ അവൻ മനുഷ്യത്വവും ദൈവത്വവും സംയോജിപ്പിച്ചവനാണ് എന്ന് ഓർത്തുകൊള്ളണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, തോറ്റു കൊടുക്കുന്ന അമ്മമാർ ഉണ്ടാകണം. അപ്പം തെറ്റ് ചെയ്താലും, മക്കൾ തെറ്റ് ചെയ്താലും, മരുമക്കൾ തെറ്റ് ചെയ്താലും, കുടുംബത്തിലെല്ലാ അംഗങ്ങൾ തെറ്റ് ചെയ്താലും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ അമ്മയുടെ തലയിലേക്ക്. അമ്മ തെറ്റ് ചെയ്തിട്ടല്ല, എല്ലാം അമ്മ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ അമ്മ തോറ്റു കൊടുക്കുകയാണ്. എന്തിനാ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ആ തോറ്റു കൊടുക്കുന്ന അമ്മയാണ് നമ്മുടെ അമ്മമാർ. അങ്ങനെയുള്ള അമ്മമാരുണ്ടാകണം. ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രധാന ചിന്ത അതാകണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.